രാവിലെ തന്നെ നമുക്ക് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ കോൾ വന്നേ. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തിട്ട് ചായ കുടിച്ച് നേരെ കസ്റ്റമർ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത്തിരി ലോങ് ആണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് ചെന്നു. അങ്ങനെ ലേറ്റ് ആവാണ്ട് തന്നെ നമ്മൾ കസ്റ്റമർ പറഞ്ഞ ലൊക്കേഷനിൽ എത്തി കേട്ടോ. ലിഫ്റ്റ് കയറിയപ്പോൾ കണ്ടതാണ്, ഇയാൾക്ക് എന്നെ ഗ്ലാമർ അല്ലേ ഈ പ്രായത്തിലും. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നേരെ പാലക്കാട് കുതിരാൻ എത്തി കേട്ടോ. കുതിരാനിൽ കൂടെ കയറി പിന്നെ ഒരു വീഡിയോ എടുക്കേണ്ടെങ്ങനെയാണ്. അപ്പോൾ പിന്നെ നൈസായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറുന്നത് ഈ കാണുന്ന സ്പോട്ടിലാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഉഗ്രം ഫുഡ്, നല്ല പാർക്കിങ്ങിനുള്ള ഏരിയ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാലക്കാട് വഴി പോകുന്നുണ്ടെങ്കിൽ അവിടെ കയറിക്കോട്ടോ. കുതിരാൻ കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് സൈഡിലാണ് നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ എത്തിയ ലൊക്കേഷനിൽ കണ്ട ഞാൻ വന്ന വീടിൻ്റെ പുറവശത്ത് നിന്നാണ് കാണുന്ന കാഴ്ച കേട്ടത്. അവരുടെ വീട്ടിൽ നിന്നത് ഇങ്ങനെ ഈ ഒരു വ്യൂ കാണുന്നത്. സംഭവം ഏതായാലും കൊള്ളാം. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കട്ടനൊക്കെ കുടിച്ച് നിൽക്കാൻ നല്ല വൈബായിരിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു കേട്ടോ. നമുക്ക് ഇന്ന് ഡ്രോപ്പായിരുന്നു ശരിക്കും. വണ്ടി പാലക്കാടെന്ന് പറഞ്ഞത്, പക്ഷേ പാലക്കാടല്ല, നമ്മൾ ഏകദേശം പാലക്കാട് മലപ്പുറം ബോർഡർ വരെ എത്തി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ചോറൊക്കെ ഉണ്ട് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്ത്. അത് ഈ ചേട്ടനെ കിട്ടി കേട്ടോ. ഈ ചേട്ടനാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തത്. നല്ല അസൽ ഡ്രൈവിങ്, നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, വളവിൽ നിന്നൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്, ഒരു തിരക്കുമില്ല. നല്ലൊരു മനുഷ്യൻ. എന്നെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് കേട്ടോ ആശാൻ പോയത്. ഈ കാണുന്ന സ്റ്റേഷൻ ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മേലാറ്റൂർ സ്റ്റേഷനാണ് കേട്ടോ. ഏകദേശം ബോർഡറായിട്ട് വരും, മലപ്പുറം പാലക്കാട് ബോർഡറായിട്ട് വരും. ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ മഴയത്ത് ട്രെയിൻ വരുന്ന റീൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നതായിരുന്നു കേട്ടോ ആ റെയിൽവേ സ്റ്റേഷൻ. ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ച് അവസാനം ഇങ്ങനെയായി. സംഭവം ഏതായാലും കൊള്ളാം. പണ്ടത്തെ ആ റീൽസൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു. ഈ കാണുന്ന ട്രെയിനാണ് കേട്ടോ, കോട്ടയം എക്സ്പ്രസ് ആയിരുന്നു. നിലമ്പൂരിൽ നിന്നെടുത്ത് കോട്ടയം വരെ പോകുന്ന ട്രെയിനാണ്. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമുക്ക് കയറിവിടെ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വിൻഡോ സീറ്റിൽ ഇരിക്കണതായിരുന്നു. പക്ഷേ വിൻഡോ സീറ്റിൽ ഒരു ചേട്ടൻ ഓൾറെഡി കയറിയിരുന്നു. പിന്നെ അയാളോട് എങ്ങനെ മാറുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ കൂടെ ഓരോ വീഡിയോ ഒക്കെ എടുത്താണ്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ എറണാകുളം എത്തി. ഏകദേശം ഒരു 7 മണിയൊക്കെ അതിന് എത്തി. പിന്നെ അവിടെ നിന്ന് ബസ് കയറി നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോകണമല്ലോ. പിന്നെ ഒരു ഊബർ ബുക്ക് ചെയ്ത് ഈ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ്. ഊബർ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഫുൾ ചില്ല്, നൈസ് മനുഷ്യൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.